നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂള് കവിതയാണ്. ബികോം കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ. അതിൽ കവിതയിൽ 3 കവിതകൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കവിത കൃഷ്ണഗാഥയിലെ ഉലൂഖല ബന്ധനമാണ്. കൃഷ്ണഗാഥ നിങ്ങൾ മുന്നേ ചെറിയ ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. കൃഷ്ണഗാഥ എഴുതിയത് ആരാണ് എന്നൊക്കെ. ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കറിയുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറയാം. മധ്യകാല മലയാള കവികളുടെ ഊരും പേരും സംശയാതീതമായി നിർണ്ണയിക്കാൻ മലയാള സാഹിത്യ നിരൂപണം ഏറെക്കാലം പാടുപെട്ടിട്ടുണ്ട്. പക്ഷേ കൃതികളല്ലാതെ അത്തരം അന്വേഷണങ്ങൾക്ക് മറ്റ് ഉപദാനങ്ങൾ കുറവാണ്. കൃഷ്ണഗാഥ എന്ന കൃതിയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരിയാണെന്ന് ആദ്യം പ്രസ്താവിക്കുന്നത് പി ഗോവിന്ദപിള്ളയാണ്. അതായത് 15-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് ഇദ്ദേഹം. ചെറുശ്ശേരി എന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുനാമമാണെന്നും പറയുന്നുണ്ട്. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരിയാണ് എന്ന വാദം ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത് മഞ്ചരി വൃത്തത്തിലാണ്. അതൊന്ന് ഓർമ്മയിൽ വെക്കണേ. നമുക്ക് പഠിക്കാനുള്ളത് ഉലൂഖല ബന്ധനം എന്ന് പറയുന്ന ഭാഗമാണ്. കൃഷ്ണഗാഥ കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ബാല്യത്തിലെ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ചങ്ങാതിമാരായ ബാലകന്മാരും അങ്ങാതെ നിന്നുള്ള രാമനുമായി പൂഴിച്ചോറാടി കളിച്ചു നിന്നിടിനാൻ ആഴിപ്പെണ്ണാളുമക്കാർവർണ്ണൻ താൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. സമ്മറി മാത്രം പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ നമ്മൾ കൃഷ്ണഗാഥ എന്ന് പറയുമ്പം ഗാഥ എന്നത് പാട്ട് എന്നാണ് അർത്ഥം. ഒരു 11-ാം നൂറ്റാണ്ട് മുതൽ തന്നെ പാട്ടുപ്രസ്ഥാനമുണ്ട്. അന്ന് മുതലേ പാട്ട് എന്നുള്ള അർത്ഥത്തിൽ ഗാഥ എന്ന വാക്ക് ഉപയോഗിച്ചു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മഞ്ചരി വൃത്തമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് മറക്കരുത്. ശ്രീകൃഷ്ണൻ്റെ ബാലലീലകളിൽ ഒന്നായ മണ്ണ് തിന്നലാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. കൂട്ടുകാർക്കും ജ്യേഷ്ഠനുമായ ബലരാമനുമൊപ്പം ശ്രീകൃഷ്ണൻ മണ്ണിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യം വായിച്ച വരികളിൽ പറയുന്നത്. ചങ്ങാതിമാരായ ബാലകന്മാരും രാമനുമായിട്ട് പൂഴിച്ചോറാടി, പൂഴി കൊണ്ട് മണ്ണുകൊണ്ട് കളിക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. തിണ്ണം പോയി ചെന്നിട്ട ധാരകന്മാർ മാതാവോടായിട്ട് ചൊല്ലി നിന്നിടിനാൻ. തിണ്ണം പെട്ടെന്ന് എന്നാണ് അർത്ഥം വരിക. മാതാവിനോട് പറഞ്ഞു, വേഗം പോയി അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ മാതാവ് താനതു കേട്ട നേരം ഓടിച്ചെന്നങ്ങവൻ ശാലത്തു ചെഞ്ചമ്മേ പേടിപ്പിച്ചിടുവാനായി ചെന്നാൾ. പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കണ്ണനോട് പറയാണ്, മണ്ണു തിന്നിടുന്നത് എന്തിനുണ്ണി? വെണ്ണയും പാലും ഞാൻ തരാഞ്ഞിട്ടോ? ചോറില്ലാഞ്ഞോ? മറ്റെന്തില്ലയാഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണ് തിന്നുന്നു എന്ന് പറയുമ്പം ഓടി വന്നിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് യശോദ പറയുകയാണ്, വെണ്ണയും പാലും ഞാൻ തരാഞ്ഞിട്ടാണോ ഉണ്ണി നീ മണ്ണ് തിന്നുന്നത്? ചോറില്ലാഞ്ഞിട്ടാണോ? ഇനിയും ഇത്തരം വികൃതികൾ കാണിച്ചാൽ കോല് കൊണ്ടായിരിക്കും, വടി കൊണ്ടായിരിക്കും ഞാൻ ചോദിക്കുക എന്ന് സാധാരണ അമ്മമാരെ പോലെ യശോദയും കണ്ണനോട് പറയുന്നു. അപ്പോൾ കണ്ണൻ മറുപടി പറയുന്നത്, വെണ്ണ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മണ്ണു തിന്നിട്ടില്ല അമ്മേ. ഈ പറയുന്നത് സത്യമായി ധരിച്ചാലും കൂട്ടുകാർ പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ അമ്മയ്ക്ക് മുന്നിൽ വായ തുറന്ന് കാണിക്കാം. അങ്ങനെ എന്ന് പറഞ്ഞ യശോദയ്ക്ക് മുൻപിൽ കൃഷ്ണൻ വാ തുറന്ന് കാണിക്കുന്നു. മണ്ണ് കാണാനായി കണ്ണൻ്റെ വായിലേക്ക് നോക്കിയ യശോദ കേവലം മണ്ണ് മാത്രമല്ല ആകാശവും കാണുന്നു. അത്ഭുതത്തോടു കൂടി വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ മറ്റെല്ലാ ലോകങ്ങളും 7 ലോകങ്ങളും കാണുന്നു. പാതാള ലോകവും വേതാള ലോകവും ബ്രഹ്മാവിൻ്റെ ലോകവും കൂടി കണ്ടു എന്നാണ് പറയുന്നത്. സമുദ്രങ്ങളും ഓരോ ദിക്കുതോറും അവയെ സംരക്ഷിക്കുന്ന വെള്ളാനകളെയും കാണുന്നു. ആകാശവും അനേകം സൂര്യന്മാരെയും കാർമുകിലും നക്ഷത്രങ്ങളും കാണുന്നു. സുമേരു എന്ന പർവ്വതത്തെയും മറ്റു പർവ്വതങ്ങളെയും തൻ്റെ കുഞ്ഞിൻ്റെ വായിൽ യശോദ കാണുകയാണ്. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മുനിമാരെയും ഇന്ദ്രനെയും ഇന്ദ്രാണിയെയും രുദ്രനെയും രുദ്രൻ്റെ ദേവഗണങ്ങളായ ഭദ്രനെയും എല്ലാം കാണുന്നു. മാത്രമല്ല ദേവലോകത്തുള്ള മന്ദാരവും ചെമ്പകവും ചന്ദനവും ചേർന്നുള്ള നന്ദവനത്തെയും കാണുന്നു. ഭൂമിയിലെ ഗോകുലത്തെയും ഗോപികമാരെയും ഗോപന്മാരെയും തൻ്റെ മകൻ്റെ പിളർന്ന വായിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ
നോക്കിക്കൊണ്ട് നിൽക്കുന്ന തന്നെയും യശോദ കാണുന്നു. പിന്നീട് കാലനെയും നരകവും കാണുന്നു. കാലൻ്റെ മുഖം കണ്ടപ്പോൾ യശോദയ്ക്ക് പേടിയായി. ഇതോടുകൂടി വിഷമിച്ച യശോദ കണ്ണനോട് നൽകിയ കാഴ്ച മതിയെന്നും വായടക്കണമെന്നും പറയുകയാണ്. ഇതുവരെ താൻ കാലനെ കണ്ടിട്ടില്ലെന്നും കാണുമ്പോൾ തന്നെ പേടിയാകുന്നു എന്നും നീ ഇപ്പോൾ വായ അടച്ചില്ലെങ്കിൽ ഞാൻ ഉടൻ മരിച്ചു പോകുമെന്നും യശോദ നിലവിളിക്കുന്നു. ഇത് കേട്ട കണ്ണൻ വായ മുറുക്കിയടക്കുകയും മുല കുടിക്കുന്നതിനായി കൊഞ്ചിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇതോടെ വിശ്വരൂപ ദർശനത്തിൽ നിന്നും അമ്മയെ മായയാൽ മൂടപ്പെട്ട സാധാരണ ഇഹലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് കണ്ണൻ. തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന തളിര് തോൽക്കുന്ന മൃദുലമേനിയുള്ള കണ്ണനെ യശോദ വാരിപ്പുണരുന്നു. അവിടെയാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ വരികളുടെ അർത്ഥം പരത്തി പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അമ്മ വായടക്കാൻ പറയുന്നതോടുകൂടി വാമുറുക്കേണമെൻ പൈതരേ നീ ഇപ്പോൾ ചാകുന്നതുണ്ടു ഞാനല്ലായെങ്കിൽ എന്ന് പറയുന്നു. എന്നതു കേട്ടൊരു നന്ദകുമാരകൻ മന്ദിച്ചുന്നില്ലാതെ വാമുറുക്കി വായടച്ചു. അമ്മിഞ്ഞക്കായിട്ടണഞ്ഞു ചെന്നിടിനാൻ അമ്മതൻ ചാരത്ത് കൊഞ്ചി. അമ്മിഞ്ഞക്കായി അമ്മയുടെ അടുത്തേക്ക് കൊഞ്ചി ചെല്ലുന്നു. വന്നടഞ്ഞിടുന്ന ബാലനെ കണ്ടപ്പോൾ നന്ദവിലാസിനി മന്തിയാതെ മെല്ലെന്നെടുത്തു പുണർന്നു നിന്നിടിനാൾ പല്ലവം വെല്ലുമ പൂവലങ്കം. അപ്പോൾ അടുത്തേക്ക് കൊഞ്ചി വരുന്ന കുഞ്ഞിനെ പൂവലങ്കം എന്ന് വെച്ചാൽ തളിർമേനി എന്നാണ് കേട്ടോ. പല്ലവം തളിര് തോൽക്കുന്ന തളിർമേനിയെ എന്താ പറയുക കെട്ടിപ്പുണരുന്നു. യശോദ വാരിപ്പുണരുന്നു. അവിടെയാണ് ഇത് അവസാനിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.